NDA ബീഹാറിൽ ആഹ്വാനം ചെയ്ത ബന്ദ് ആരംഭിച്ചു. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ കോൺഗ്രസ് പ്രവർത്തകൻ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. വിനീത വിജി വിശദാംശങ്ങളുമായി. വിനീത, കഴിഞ്ഞ ദിവസം തന്നെ BJP ഇത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് എന്നതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു, അപലപിച്ചിരുന്നു. മോദി തന്നെ രംഗത്തെത്തിയിരുന്നു ഒരു വൈകാരിക പ്രതികരണവുമായി. ബന്ദ് എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ഈ വിഷയത്തിൽ NDA ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഇന്ന് ബീഹാറിൽ നടക്കുന്ന ഈ ബന്ദ്. രാവിലെ 7 മണി മുതൽ തന്നെ എല്ലാ മേഖലകളിലും ബന്ദ് ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെ ഏതാണ്ട് 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഈ ബന്ദ്. ഇതിൽ അവശ്യ സാധനങ്ങളെ, ആശുപത്രി, അതോടൊപ്പം തന്നെ ഈ ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളെ, അടിയന്തര സേവനങ്ങൾക്കൊക്കെയുള്ള സംവിധാനങ്ങളെയൊക്കെ തന്നെ ബന്ദിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മഹിളാ മോർച്ചയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ബീഹാറിലെ വിവിധ മേഖലകളിൽ അതിശക്തമായിട്ട് തന്നെ ഇപ്പോൾ ആ ബന്ദ് പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗയയിൽ പ്രവർത്തകർ നിരത്തിലേക്ക് ഇറങ്ങി ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബീഹാറിലെ ജൊഹനാബാദിലും സമാനമായിട്ടുള്ള പ്രവർത്തകർ മുദ്രാവാക്യമൊക്കെയായി നിരത്തിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് വിവിധ മേഖലകളിൽ ബീഹാറിലെ ഗ്രാമങ്ങളിലും അതോടൊപ്പം തന്നെ നഗര മേഖലകളിലുമൊക്കെ ബന്ദ് പൂർണ്ണമാണെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആംബുലൻസ് പോലുള്ള അവശ്യ സർവീസുകളെയൊക്കെ തന്നെ ബന്ദിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. തുടർ പ്രതിഷേധങ്ങളും ഈ ഘട്ടത്തിൽ NDA ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ വോട്ടർ അധികാര യാത്രക്കിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു പരാമർശം ഉണ്ടായത്. അതിന് പിന്നാലെ വൈകാരിക പ്രതികരണമാണ് NDAയുടെ ബന്ദ് ബീഹാറിൽ.